അതാണ് വല കെട്ടിയിട്ട രൂപമാണിത്. വല ഇങ്ങനെയാണ് വല കെട്ടിയിടുക. നമ്മൾ കെട്ടയക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ലൂസാക്കുക, ഇങ്ങനെ വലിച്ചാൽ കെട്ടായി. ഈ കെട്ടുന്നതാണെങ്കിൽ ഒന്നുകൂടി കാണിച്ചു തരാം. ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് കെട്ടിയാൽ കെട്ടായി. ഓക്കെ. ഇനി അറിയേണ്ട കാര്യം എന്താ വെച്ചാലേ, വലനെ കുറിച്ചിട്ട് ആദ്യം അറിയണം. അതായത് വലയുടെ ഇത് മണിയുടെ പക്ക് മണി, ഇതാണ് വലയുടെ അടിയിൽ മണി ചേർത്തിട്ടുള്ളത്. ഇതാണ് പക്ക് എന്ന് പറയുന്നത്. പക്ക് ഇതിലാണ് മീൻ കുടുങ്ങുക. ഇതിനെങ്ങനെ മടക്കി കെട്ട് ചെയ്യുക ഉള്ളിലേക്ക്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇതിന്റെ ഇവിടെ ഇത് കഞ്ഞാണി അല്ലേ? ഇതിങ്ങനെ 9 മുള 8 മുള 7 മുള അങ്ങനെ പല രൂപത്തിലുണ്ടാവും. ഇപ്പൊ ഞാൻ ചെറിയ വല എടുത്തിട്ടുള്ള ചെറിയ വല നമുക്ക് പഠിക്കാൻ ഏറ്റവും നല്ല ചെറുതാണ്. ഒരു 7 മുളക്കുള്ള വല 1 2 3 4 5 6 ഒരു 7 മുളം പക്കുള്ള വലയാണ് ഇപ്പൊ എടുത്തിട്ടുള്ളത്. കഞ്ഞാണ് ആദ്യം ചുരുട്ടി പിടിക്കും. ആദ്യം വീശി കാണിച്ചിരുന്നേ. എപ്പോഴും നമ്മള് കഞ്ഞാണ് എന്ത് ചെയ്യണം വെച്ചിട്ടാ ഓപ്പോസിറ്റ് ഇവിടുന്ന് അങ്ങോട്ട് ചുട്ടണം. കാരണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന് ചുരുളിച്ചുണ്ടാവും. അപ്പൊ ചുരുളിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ തിരിച്ചിലുള്ളത് കയറ് പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടയാൻ വേണ്ടിയിട്ടാണ്. കയറൊക്കെ നല്ല ക്ലിയർ ആക്കണം, നല്ല ക്ലിയർ ആക്കണം. ഈ കയറ് കുടുങ്ങിയാ പോലും വലന്റെ മുകളിൽ കുടുങ്ങാൻ സാധ്യത ഉണ്ട്. വലയുടെ കയറൊക്കെ നല്ല ക്ലിയർ ആക്കണം. ലാസ്റ്റ് വരുമ്പോ പിരിച്ചിൽ അവിടെ അവസാനത്തേക്ക് വരും, അതവിടെ പിരിഞ്ഞ് അവസാനിക്കും. പിന്നെ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇങ്ങനെ നേരെ കയ്യിൽ മടക്ക തന്നെ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മടക്കാം. നമ്മൾക്ക് മടക്കുന്ന രൂപം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇങ്ങനെ മടക്കി എത്ര വരെ ഏകദേശം അത് നമ്മൾ വെള്ളത്തിലൊക്കെ നല്ല ഇറങ്ങി വീശുന്ന സമയത്ത് കുറച്ച് കയറി പിടിക്കുക. അല്ലാത്ത രൂപത്തിൽ ഒരു ഏകദേശം ഒരു അരന്റെ ലെവലില് വല പിടിക്കുക. ഇങ്ങനെ പിടിക്കണ രീതി ഒന്ന് കൈ ശരി കാണിച്ചു. ഇതാ ഉള്ളിലേക്ക് ഒതുക്കി പിടിക്കുക. ഈ വലയുടെ ഭാഗം നല്ല എന്ത് ചെയ്യണം, ഇതിന്റെ മേലെ ഇങ്ങനെ കൊണ്ടുപോയി വെക്കണ്ട, ഉള്ളിലേക്ക് നല്ല ഒതുക്കി വെക്കുക. അപ്പൊ അങ്ങനെ ഈ സാധനം ഈ വരുന്ന ഭാഗം നല്ല ഒതുങ്ങി കിടക്കും. എന്നിട്ട് ഇവിടുന്ന് അത് ബാക്കിൽ നിന്ന് എടുക്കുന്നത് ബാക്കിൽ നിന്ന് അല്ല, വലയുടെ നേരെ ഫ്രണ്ടിൽ നിന്ന് തന്നെ. നമ്മൾ വല കണ്ട് പിടിച്ചു കഴിഞ്ഞാല് വല എന്തിനാ രണ്ടാക്കിയിടുന്നത് നല്ലതാ. അതിന്റെ പിരിയൊക്കെ ഒന്ന് ഉടഞ്ഞിട്ട് അതിന് ശേഷം ഇവിടുന്ന് വലകൾ എടുക്കുക. ഇങ്ങനെ ഒരു എത്ര എടുക്കണം? ഏകദേശം ഒരു 10-15% 20%. 20% അവിടെ എടുക്കുക. ഇങ്ങനെ എടുക്കുക. എടുത്തതിന് ശേഷം നേരെ ഈ കൈയിന്റെ പൊട്ടുമൊക്കെ ഇങ്ങനെ കൊണ്ടുപോയിടുക. അതിനുശേഷം ഇതിന്റെ ഉള്ളിലേക്ക് കൈയിടുക. ഇതാണ് ഒരു ട്രിക്ക് കിട്ടുക. അതെന്ന് വെച്ചാല് ഏറ്റവും കൂടുതൽ വല പരക്കാൻ ഉണ്ടാക്കുന്ന ഒരു ട്രിക്ക് ഇതാണ് അല്ലെ? ഇത് ഈ സാധനം ഉള്ളിലേക്ക് എടുക്കുക. ഉള്ളിലേക്ക് എടുത്തിട്ട് ഓരോ വെല്ലുമ്പോലും കുറച്ച് പല ആൾക്കാരും പല രീതിയിലാണ്. ചില ആൾക്കാർ ഇങ്ങനെ ഒന്നിച്ച് കൂട്ടി പിടിക്കുന്നവരുണ്ട്, ചില ആൾക്കാർ ഇങ്ങനെ പിടിച്ചിട്ട് വീശുന്നു.